നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അച്ഛനാ. ഹലോ അച്ഛാ. മോളെ, ഒരു നന്ദി പറയാനാ ഞാൻ വിളിച്ചത്. നന്ദിയോ? എന്തിനാ അച്ഛൻ എന്നോട് നന്ദി പറയുന്നേ? ഇന്ന് ഇവിടുത്തെ കുഞ്ഞിന് വേണ്ടി കൊടുത്തയച്ചില്ലേ കളിപ്പാട്ടങ്ങൾ, വസന്തൻ അത് കൊണ്ടുവന്നപ്പോ വലിയ സന്തോഷം തോന്നി. നിന്നോട് എനിക്ക് വലിയ മതിപ്പ് തോന്നി. അച്ഛാ, ഇതിനൊന്നും നന്ദി പറയല്ലേ. ഇതൊരു ചെറിയ കാര്യല്ലേ. ചെറിയ കാര്യോ? ഇതൊരു വലിയ കാര്യമല്ലേ മോളെ. സൗഭാഗ്യങ്ങളുടെ നടുവിലാ നീ ഇപ്പോ. ആ അവസ്ഥയിലും പഴയ കാര്യങ്ങൾ മറക്കാതിരിക്കുകയും മനസ്സിൽ നന്മ സൂക്ഷിക്കുകയും ചെയ്യുക എന്നത് വലിയ കാര്യമാണ്. ആ കുഞ്ഞിന്റെ കരച്ചിലാണോ അച്ഛാ? അതേ മോളെ. സത്യത്തിൽ ഇന്നെനിക്ക് അവിടെ വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ പുതിയ അഡ്മിഷൻ വരുന്ന ദിവസം മോൾക്കും അറിയാവുന്നതല്ലേ. അതുമല്ല, ഇതൊരു കൈക്കുഞ്ഞ. മോളെ. അച്ഛാ, ഞാൻ ആ കരച്ചിൽ ശ്രദ്ധിക്കായിരുന്നു. അമ്മമാർക്ക് ഏതൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാലും ഒരു ശ്രദ്ധ വരും. ഇന്ന് ഉച്ചയ്ക്ക് വസന്തൻ അവിടുന്ന് വരുമ്പോഴും മോള് നല്ല കരച്ചിലായിരുന്നു. നീ കൊടുത്തയച്ച കളിപ്പാട്ടത്തിലൊന്ന് ഞാൻ വെറുതെ മോളുടെ അടുത്ത് വെച്ചപ്പോ മോളുടെ കരച്ചിൽ നിന്നു. കളിപ്പാട്ടത്തെ കുറിച്ചൊന്നും തിരിച്ചറിയാനായിട്ടില്ല. എന്നാലും അവൾ എന്തോ എനിക്കറിയില്ല, അതിശയം തോന്നി. ആ കുഞ്ഞിന്റെ അച്ഛനമ്മമാരെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റുമോ അച്ഛാ? അതാരാണെന്ന് നമുക്ക് അന്വേഷിക്കാൻ അവകാശമില്ലല്ലോ. ആരായാലും ശരി, എന്നെങ്കിലും ഒരിക്കൽ അന്വേഷിച്ചെത്തും. മോളെ, പ്രൊമോഷന്റെ കാര്യം ചോദിക്കാനാ. അർജുൻ അടുത്തുണ്ടോ? പ്രൊമോഷന്റെ കാര്യങ്ങളൊക്കെ വസന്തൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ അച്ഛനോട് നേരിട്ട് പറയാൻ അങ്ങോട്ട് വരുന്നുണ്ട് അച്ഛാ. ഇങ്ങോട്ട് വരുന്നതൊക്കെ സാവകാശം മതി. ഇപ്പൊ നീ കുഞ്ഞിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേ. മോളെ, അർജുൻ ഒന്ന് ഫോൺ കൊടുത്തേ. അച്ഛന് സംസാരിക്കണം. ഹലോ അച്ഛാ. മോനെ അർജുൻ, അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. നീതിമാനായ മനുഷ്യനാ അർജുൻ. അർജുനെ പോലുള്ളവർ ഈ പദവിയിൽ വരുന്നത് അർജുനല്ല, ആ പദവിക്കാ മഹത്വം ഉണ്ടാക്കുന്നത്. ഇനിയും മോൻ വലിയ ഉയരങ്ങളിലെത്തും. താങ്ക് യു സർ. ശരി അച്ഛാ, ഗുഡ് നൈറ്റ്. ശരി ശരി മോനെ. അവിടെ കൊണ്ടുവന്ന ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടായിരുന്നോ ചേട്ടാ? ഞാനും കേട്ടു. എന്താന്നറിയില്ല, ആ കുഞ്ഞിനെ കാണാൻ തോന്നുക. എനിക്കും തോന്നി. കനകച്ചി മോളെ, പാല് വേണ്ട കനകച്ചി, ഇന്ന് ഒരുപാട് കഴിച്ച് വയറ് ഫുള്ളായി. ഇനി അങ്ങോട്ട് കുഞ്ഞുങ്ങളെ നോക്കാനുള്ളതാ. അമ്മമാർക്ക് നല്ല ആരോഗ്യം വേണം, ഇത് കുടിക്കണം. ഇപ്പോ അമ്മയായ മതിയായിരുന്നു തോന്നുന്നു എനിക്ക്. എല്ലാ ശ്രദ്ധകളും അമ്മയ്ക്കല്ലേ കിട്ടുന്നത്. ഈ സ്ഥാനത്ത് വന്ന് നോക്കണം, അപ്പ അറിയാം. മോളെ, ഒരു കാര്യം, മോക്കും മോനും ഇഷ്ടപ്പെടുവോന്നറിയില്ല. എന്താ കനകച്ചി? ഒരു പഴയ വിശ്വാസ. കുഞ്ഞിന് പേടിയൊന്നും ഉണ്ടാകാതിരിക്കാൻ തൊട്ടിലെവിടെയെങ്കിലും ഇരുമ്പ് കഷ്ണോ ഇരുമ്പ് താക്കോലോ കൊണ്ടുവെക്കണം. ദുസ്വപ്നം ഒന്നും കാണാതിരിക്കാൻ ഈ ഇരുമ്പ് തൊട്ടിലി വെക്കട്ടെ. കനകച്ചി, സത്യത്തിൽ പൂജയ്ക്ക് എനിക്ക് ഈശ്വരവിശ്വാസമുണ്ട്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളിൽ വിശ്വാസമില്ല. എന്നാലും കനകച്ചിയുടെ വിശ്വാസത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. ധൈര്യമായിട്ട് വെച്ചോളൂ. സത്യത്തിൽ ഈ മോള് എന്റെ ചെറുമോളാ. ആശുപത്രിയിൽ നിന്ന് വന്നപ്പോ എന്നെ കൊണ്ട് കുഞ്ഞിനെ വാങ്ങിപ്പിച്ചില്ലേ. എന്റെ കണ്ണടയുന്നത് വരെ ഞാൻ ആ സന്തോഷം മറക്കില്ല. കനകച്ചി ഈ വീട്ടിലെ ആളല്ലേ. എന്നെ വളർത്തിയതേ കനകച്ചിയാ.
ഇപ്പൊ എന്റെ മോളെയും കനകച്ച് വളർത്താൻ പോകുന്നു. ദേ ഞങ്ങൾക്കാ സന്തോഷം.